എറണാകുളത്തുള്ള ഒരു റിലേറ്റീവിൻ്റെ മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്താണ് ഒരു കസ്റ്റമറെ വിളിച്ചിട്ട് ആതിര നാളത്തേക്കാണ് ഒരു സാരി ഫോൾഡ് ചെയ്ത് കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാം ഞാൻ എറണാകുളത്ത് നിന്ന് വന്നാൽ ഉടനെ അങ്ങോട്ട് വരാം, വന്ന് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും നോക്കിയില്ല, എറണാകുളത്ത് നിന്ന് നേരെ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി നേരെ തിരിച്ചു. ആദ്യം എനിക്കൊരു കസ്റ്റമറിന് ഫോൾഡ് ചെയ്ത സാരി കൊടുക്കണമായിരുന്നു. അപ്പോൾ ആ സാരിയും കൊണ്ടാണ് ഞാനും ഹസ്ബൻഡും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മഴയായതുകൊണ്ട് തന്നെ മോൾക്കുട്ടിയെ കൊണ്ട് നേരത്തെ വീട്ടിൽ വിട്ടു. കാരണം അവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുഞ്ഞല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ ഞങ്ങളുടെ ബൈക്കിൽ തിരിച്ചു. നല്ല മഴക്കോളുണ്ട് കേട്ടോ. മഴ തുടങ്ങിയാൽ പിന്നെ ഇടിയും മിന്നലും ഒക്കെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റിലാണ് പോയത്. അവിടെ നിന്ന് ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് സാരി കളക്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ കസ്റ്റമറിനെ വെയിറ്റ് ചെയ്ത് നിന്നു. പുള്ളിക്കാരി മേളിൽ നിന്ന് ഇറങ്ങി വന്നു. സാരിയൊക്കെ ഞാൻ വാങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിട്ടു തേക്കുമൂടാണേ. അപ്പോൾ തേക്കുമൂടിൽ നിന്നും ഒരു സാരി കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ സാരി കളക്ട് ചെയ്തു. അതും കൊണ്ട് നേരെ നെക്സ്റ്റ് പോവേണ്ടത് മുട്ടത്തറയാണ്. അപ്പോൾ അത് ആ സാരിയൊക്കെ ഇങ്ങനെ കയ്യിലിരിപ്പുണ്ട്. നല്ല മഴക്കോളുണ്ടായിരുന്നു. പക്ഷേ മുട്ടത്തറ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ കസ്റ്റമറിനെ കൊണ്ടുപോയി സാരി കൊടുത്ത് നേരെ വീട്ടിലെത്തി. വീടൊക്കെ പൊടിയൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നേ. പിന്നെ ഈ പറഞ്ഞ പോലെ സമയമില്ലാത്തത് കൊണ്ട് നെക്സ്റ്റ് ഡേ ക്ലീനിങ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ ഞാനും ഹസ്ബൻഡും ഒന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തു. കാരണം ലോങ് ഡ്രൈവൊക്കെ പോയി വന്നതല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ക്ഷീണമൊക്കെ ഒന്ന് മാറാനായിട്ട് റെസ്റ്റ് എടുത്തു. 8 മണിയായപ്പോഴത്തേക്കും വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊരു ഓർഗാൻസ സാരിയാണ്, ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഓർഗാൻസ സാരിയാണ്. പിന്നെ കയ്യിലുള്ളത് ഒരു സിൽക്കിൻ്റെ പട്ടാണ്. അപ്പോൾ ആ സാരി പിന്നീട് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓർഗാൻസ സാരിയാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ പ്ലേറ്റ്സ് ഒക്കെ എടുത്തു, പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്തു. പിന്നെ പ്ലേറ്റ്സ് അയൺ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ആ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അഥവാ സിംഗിൾ പ്ലേറ്റ് ഇടണമെങ്കിൽ ആ ടൈമിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ സാരി പ്രീപ്ലീറ്റ് ചെയ്ത് ബോക്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമാധാനം തോന്നി. പിന്നെ അത് നെക്സ്റ്റ് ഡേ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.